ഞാൻ സീമ രാജീവ് കോടമ്പള്ളിയാണ്. നേരത്തെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് വിശദമായിട്ട് ചേട്ടൻ്റെ രാജീവ് കോടമ്പള്ളി എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ട്രോക്ക് വന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ചേട്ടൻ്റെ സ്ട്രോക്ക് വന്ന് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ ഒരു 80% ഓക്കെ ആയി. ചേട്ടൻ ഫങ്ഷനുകൾക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി, സ്റ്റേജിൽ നിന്നുകൊണ്ട് പാടാൻ തുടങ്ങി, നിലവിളക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി. നിലവിളക്കൊക്കെ തനിയെ കൊളുത്തി ഷാർജയിൽ ദുബൈയിലുള്ളവർക്കറിയാം. അതിനുശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്, മോളുടെ ഡെലിവറിക്ക് ശേഷം. അങ്ങനെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് എൻ്റെ ബ്രദറിന് കായംകുളത്ത് ബയോടെക് എന്ന് പറഞ്ഞ ബ്രദറിൻ്റെ ലാബിൽ പോവുകയും അവിടെ ടെസ്റ്റ് ചെയ്ത് കായംകുളം സ്കാൻസ് ബയോടെക് ഈ 2 ലാബുകളാണ്. അവിടെ പോയി എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോഴാണ് മനസ്സിലായത് റേഡിയേഷനൊക്കെ കീമോയും റേഡിയേഷനും ഒക്കെ വരും എന്നുള്ള രീതിയിൽ അവിടുത്തെ ഡോക്ടർ സംസാരിച്ച് ലാബിൽ വരും CT സ്കാൻ ചെയ്തിട്ട്. അപ്പോഴാണ് നമ്മൾ എറണാകുളം ലേക്ക് ഷോറിലെ ഗംഗാധരൻ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നതും അദ്ദേഹം നമുക്ക് എത്ര ടെസ്റ്റുകൾ PET CT സ്കാൻ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളും എല്ലാം ചെയ്തു, ബയോപ്സി എല്ലാം ചെയ്തതിനകത്ത് എത്രയും പെട്ടെന്ന് കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അന്നേരം നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തിരക്കിലും ഒക്കെ ആയിരുന്ന ഹസ്ബൻഡ് എത്രയും പെട്ടെന്നൊരു ദിവസം ഈ കോവിഡിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷം ക്ഷീണം വരികയും സ്ട്രോക്ക് വരികയും അതിൻ്റെ ഒരു ആഘാതം വിട്ടുമാറുന്നില്ല. അദ്ദേഹം പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും എനിക്ക് ഇങ്ങനൊരു അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഓരോന്നും പറയുമ്പോഴും കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴും ഒക്കെ പരിസരം പോലും മറന്ന് കരഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആശ്വസിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങളൊക്കെ അതിജീവിച്ച് വരുന്നവരാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു അസുഖം വന്നതിൽ എനിക്ക് അറിയാം, എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എനിക്കൊരു അസുഖം വന്നാൽ എനിക്കതൊരു കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല. പക്ഷേ ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ട് ചേട്ടനെ പഴയ പോലെ ആക്കി കാണാൻ പറ്റിയില്ലല്ലോ, പഴയ പോലെ ആക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനൊരു അസുഖം വന്ന് കിടപ്പിലാകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ കൂടുതൽ തളർത്തിയത്. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യണം, മുടിയൊക്കെ പോകും എന്നൊക്കെ പറയുന്നൊരു സമയം. ആ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടന് എനിപ്പോയെന്ന് പറഞ്ഞ ആയുർവേദ ഹോസ്പിറ്റലിൽ മംഗലാപുരത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ വിദ്യപ്രഭ എന്ന് പറഞ്ഞ ഡോക്ടർ എനിക്ക് മുടി വളരാനുള്ള എണ്ണയൊക്കെ തന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ പുരട്ടി നല്ലതായിട്ട് മുടിയൊക്കെ വളർത്തി വരുന്ന ഒരു സമയമായിരുന്നു. ആ എണ്ണ നാട്ടിൽ പോയി ഇനി മേടിക്കുന്നവരെ ആ എണ്ണ ഉപയോഗിക്കണം, തീരരുതെന്നുള്ള വെച്ചിട്ട് കുറേശ്ശെ ഉപയോഗിച്ച് അങ്ങനെ മുടി മെച്ചപ്പെടുത്തി വന്ന ഒരു സമയത്താണ് ഇങ്ങനെ അസുഖമാണെന്നും കീമോ ചെയ്യണമെന്നും മുടി മൊത്തം കൊഴിഞ്ഞു പോകുമെന്നും മുടി കൊഴിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് മുട്ടയടിക്കണമെന്നും അപ്പം മനസ്സിലാവുമല്ലോ നമ്മളുടെ മാനസികാവസ്ഥ എത്രത്തോളം നമ്മളെ ബാധിക്കും, നമ്മുടെ മനസ്സിനെ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആകെ തകർന്നൊരവസ്ഥയായിരുന്നു. പിന്നെ എല്ലാം നമ്മൾ ദൈവത്തിന് അർപ്പിച്ചു. ഈശ്വരൻ എന്തോ കണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആക്കിയത്. ഈശ്വരന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതെന്തായാലും നെഗറ്റീവ് ആകത്തില്ല. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഈശ്വരൻ കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിൽ പിടിച്ചു നിന്നൊരു ദിവസം വീട്ടിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് താഴെ വീഴുകയും പിന്നെ മോൻ വന്ന് പൊക്കിയെടുത്ത് അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് തയ്യാറായത്. കാരണം ഞാനും കൂടെ കിടപ്പിലായാലുള്ളൊരവസ്ഥ എന്ത് ചെയ്യും എന്നുള്ളൊരിതിലാണ് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റുകൾ എല്ലാം വേദനകളൊക്കെ സഹിച്ചും ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് RCCയിലോട്ട് ട്രീറ്റ്മെൻറ്റ് മാറ്റുന്നതും
RCCയിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടരാനായിട്ടുള്ളൊരു തീരുമാനത്തിൽ വന്നിട്ട് ഇവിടെ ഡോക്ടറെ കണ്ടതും അപ്പോഴും എനിക്ക് പറയാനുള്ള ഇതായിരുന്നു, എൻ്റെ മുടി പോകാതെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിനെ തന്നെ അതൊന്നും ഒരു വലിയ കാര്യമല്ല, മുടി അതെപ്പോഴായാലും ഉണ്ടാവും, നമുക്ക് ദൈവം എന്താണ് തന്നത് അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അത് വലിയ കാഠിന്യം ഇല്ലാതാക്കി എന്നെ ഇതിൽ നിന്നും കരകയറ്റണേ ഭഗവാനെ. എൻ്റെ അപ്പച്ചിയുടെ മോള് ഗീതയൊക്കെ എപ്പോഴും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, വേറെ ഒന്നും എൻ്റെ അസുഖം മാറ്റണേ അങ്ങനെയൊന്നും പറയരുത്, ഭഗവാനോട് സന്തോഷവും സമാധാനവും തരണേ എന്ന് മാത്രമേ പറയാറുള്ളൂ. അത് മാത്രമേ ഞാൻ പറയാറുള്ളായിരുന്നു അന്നും ഇന്നും. കാരണം ഭഗവാൻ ആദ്യം കേൾക്കുമ്പം രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം തരണേ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പോലും ആദ്യം വരണ്ട, എത്രയ്ക്ക് ആദ്യം തന്നെ നല്ലൊരു കാര്യം കേൾക്കട്ടെ എന്നുള്ളൊരിതിൽ ആണ് സന്തോഷ സമാധാനം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഫലമുണ്ടാകും, അതിന് ഒരു മാറ്റവും ഇല്ല. എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മളതിനെ അതിജീവിക്കണം. അപ്പോഴാണ് അക്ക വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ഓർമ്മക്കുറവാണ് അമ്മയ്ക്ക് ഞാനൊക്കെ അമ്മയുടെ മനസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഞാനും അണ്ണനും. അതുകൊണ്ടിങ്ങനെ ഒരു അസുഖമാണെന്നോ അതിനിങ്ങനൊരു ചികിത്സ വേണ്ടി വരുമെന്നോ ഒന്നും പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. എൻ്റെ ബ്രദർ എപ്പോഴും പറയും, ഭാഗ്യമായി അമ്മയ്ക്ക് ഇങ്ങനൊരു കുഴപ്പം വന്നേ. മൈനാപ്പള്ളിയിൽ ആയിരുന്നു ഞാനെന്നൊക്കെ അച്ഛനും അമ്മയും. അച്ഛനെപ്പോഴും പറയും വിഷമിക്കേണ്ട, എല്ലാം പഴയ പോലെ തന്നെ വരും, അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, പഴയതുപോലെ വരും, മുടിയൊക്കെ പോയാലും മുടിയൊന്നും പോകത്തില്ല എന്ന് പറയാറുണ്ട്. പിന്നെ മുടി പോയി കഴിഞ്ഞപ്പം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ പറയും സുന്ദരിയായിട്ട് പഴയ പോലെ തന്നെ സുന്ദരിയാവും, മുടിയൊക്കെ നല്ലോണം കിളിക്കും, അതിനൊന്നും വിഷമിക്കേണ്ട എന്നൊക്കെ പറയും. അച്ഛനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വരുമായിരുന്നു. കാരണം ഒരു സ്നേഹമായിട്ട് പപ്പായെ പോലെ തോന്നും എനിക്ക് പെരുമാറുന്ന ചില സമയത്തൊക്കെ. അച്ഛൻ്റെ സംസാരം, അച്ഛൻ്റെ ഇഷ്ടങ്ങൾ, ഭക്ഷണത്തിൽ പോലും ഒരു സാമ്യമുണ്ട് അങ്ങനെ. പിന്നെ അമ്മയും പറയും വിഷമിക്കണ്ട, അതൊക്കെ അങ്ങ് ശരിയാവും, എന്ത് വന്നാലും നമ്മളത് നേരിടുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറയും. ചേട്ടൻ എപ്പോഴും കരച്ചിലായിരുന്നു. കാരണം രണ്ടുപേർ കൂടി ഇങ്ങനെ വന്നപ്പം ഞാൻ സന്തോഷമായിട്ടും സമാധാനമായിട്ടും എൻ്റെ കാര്യങ്ങൾ നല്ലോണം കെയർ ചെയ്യുന്ന അക്കടുത്ത് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയി നിൽക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ എൻ്റെ അപ്പച്ചിയുടെ മോടെ വീട്ടിൽ പോയി നിന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അവിടെ ഒരു ചേച്ചിയുണ്ട്, കമലൻ ചേച്ചി എൻ്റെ ഹസ്ബൻഡ് ഈ അസുഖം വന്ന് മരിച്ചിട്ടുള്ള. അതുകൊണ്ട് ആ ചേച്ചി അത്ര സ്നേഹത്തോടെ മോളെ, ഒരു സ്വന്തം അമ്മ മോളെ എങ്ങനെ എൻ്റെ അസുഖം വന്ന് നോക്കും, കുളിപ്പിക്കുകയും മറ്റു കാര്യങ്ങൾ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിലൊന്നും ആരെപ്പറ്റിയും പറയാൻ പറ്റിയിട്ടില്ല. അന്ന് തന്നെ ചേട്ടന് സുഖമില്ല വന്നപ്പം ആദ്യം ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ടിക്കറ്റ് പെട്ടെന്ന് ക്ഷീണം കണ്ടപ്പം മോളും മരുമോനും ഒക്കെ കൂടെ വന്നിട്ട് പെട്ടെന്ന് വരാൻ തുടങ്ങിയപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ആദ്യ സമയങ്ങളിൽ ഷാർജയിൽ കൂടെ നിന്നിട്ടുള്ളത് ബിജുവാണ്. ബിജു അപ്പം തന്നെ ടിക്കറ്റ് എടുക്കുകയും പോരാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ എയർ ആംബുലൻസ് അറേഞ്ച് ചെയ്യുന്ന നമ്മളായിട്ട് തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് മോളും സച്ചും കൂടെ പോയ സമയത്തും ബിജു അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, പൈസയൊക്കെ എവിടെ നിന്നായാലും ഞാൻ അറേഞ്ച് ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള എൻ്റെ ബാക്കി ഞാൻ അറേഞ്ച് ചെയ്യുമെന്നും പറഞ്ഞ് അത്ര ഇതായിട്ട് നിന്നിട്ടുള്ള, അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ നിന്നാണ് നമ്മുടെ ആത്മധൈര്യം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന. ഇപ്പോൾ ചേട്ടന് തന്നെ സുഖമില്ലാതെ വന്നപ്പോൾ ഓരോ എമിറേറ്റുകളിലും ചേട്ടന് വേണ്ടി പ്രാർത്ഥന ഉണ്ടായിരുന്നു. അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല, എന്നിട്ട് പോലും ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പലത്തെ ആഴ്ചയിലും ഒക്കെ ഓരോ ഫങ്ഷന് വിളിക്കുന്നുണ്ട് ചേട്ടനെ.
ഫ്രീ ആവുന്ന ടൈം മെസ്സേജ് അയക്കും, ഫ്രീ ആവുന്ന ടൈം ഒന്ന് അറിയിക്കണേ, ആ സമയത്ത് വിളിക്കാനാണ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ. ഇപ്പോഴാണ് നമ്മൾ നാട്ടിലാണെന്ന് ഒക്കെ പറയുന്നത്. ആർക്കും അറിയത്തില്ല ഇക്കാര്യങ്ങളൊന്നും. ചേട്ടന് ഇങ്ങനെ ബെറ്ററായി വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ടും ഷാർജയിലൊരു സ്കൂൾ തുടങ്ങണമെന്നും സ്കൂളിൽ മ്യൂസിക് സ്കൂൾ തുടങ്ങണമെന്നും ഒക്കെ താല്പര്യപ്പെട്ട് നമ്മുടെ മനോജി അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനോജി അതിന് വേണ്ട ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മനോജി ലൈസൻസൊക്കെ എടുത്തു തരാമെന്നും അതിന് പറ്റിയൊരു സ്കൂളിൻ്റെ ഒരു ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഷാജി പുഷ്പാങ്കദനും ഓരോ ഏരിയകളൊക്കെ പോയി നോക്കുകയും അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്ന സമയത്താണ് എനിക്കിങ്ങനെ സുഖമില്ലെന്നും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിയാതെ ഇനി ഒരു കാര്യങ്ങളും പറ്റത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായത്. പക്ഷേ എന്ത് വന്നാലും നമുക്ക് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് ക്ഷമയോടെ പ്രാർത്ഥനയോടെ നമുക്ക് മനസ്സിന് ടെൻഷൻ വരുമ്പോഴേ നമ്മൾ ഭഗവാന്റെ ഇഷ്ടമുള്ളതല്ലേ പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാവും. അല്ലാതെ അപ്പോഴേ നമ്മൾ നെഗറ്റീവുകൾ ചിന്തിച്ചൊരിക്കലും പോയെങ്കിൽ. ഇപ്പം ഞാൻ RCCയിൽ റേഡിയേഷന് വേണ്ടി വന്നേക്കുക. ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ച് സമയം കിട്ടും, അപ്പോഴേ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാം. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ ഒരു പേര് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പെട്ടെന്നൊരു ഞെട്ടല, എനിക്ക് ഈ അസുഖം വന്നല്ലോ എന്നുണ്ടടിച്ചു. അതും 2 പേർക്കൂടെ ഒരുപോലെ ഇത് വന്നാൽ അതിനെ നമ്മൾ തരണം ചെയ്യാൻ നമ്മുടെ കൂടെ ശക്തിയായിട്ട് ഒരു ശക്തി കാണും. ആ ശക്തിയോടൊപ്പം നമ്മൾ പ്രാർത്ഥനയോടെ സമാധാനപരമായിട്ട് നിന്നാൽ എല്ലാ കാര്യങ്ങളും സാധിക്കും. അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിന് നെഗറ്റീവായിട്ട് ഒരിക്കലും ഈശ്വരന് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ, ഈശ്വരനെ മറികടന്നുകൊണ്ട് നമ്മളൊരു കാര്യം ചിന്തിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു ഓർത്തോ ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നൊരനുഭവം. ഒരു രോഗികൾക്കും ഇത് വരരുത്, അങ്ങനെ ഒരു അനുഭവം വരരുത് ഒരു ഡോക്ടറിൽ നിന്ന്. അതെനിക്ക് ഇച്ചിരി ഇതായിട്ട് പറയണം. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.